Hello dear learners, welcome back to Summary Spot. If you are new to this channel, welcome to Summary Spot. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി സ്പെയർ റൂം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ബൈ ജാനറ്റ് വിൻഡർസൺ. ജാനറ്റ് വിൻഡർസൺ ഒരു ബ്രിട്ടീഷ് റൈറ്ററാണ്. അവരുടെ വർക്ക്സിലെ തീംസ് ഒക്കെ വരുന്നത് ജെൻഡർ പൊളാരിറ്റി, സെക്ഷൽ ഐഡൻറ്റിറ്റി, ഹ്യൂമൻ ടെക്നോളജി ഇൻ്റർഫേസ്, ഇതൊക്കെയാണ്. നമ്മുടെ ഒരു വർക്ക് നോക്കുകയാണെങ്കിൽ ദി സ്പെയർ റൂം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഷോർട്ട് സ്റ്റോറി. അപ്പം ജാനറ്റ് വിൻഡർസണിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷനായിട്ടുള്ള നൈറ്റ് സൈഡ് ഓഫ് ദ റിവർ ഗോസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുന്ന കളക്ഷനിൽ നിന്നും എടുത്തൊരു ഷോർട്ട് സ്റ്റോറിയാണ് ദ സ്പെയർ റൂം. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 2023. അപ്പോൾ ഇനി സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റോറി എന്താണെന്ന് പറയുകയാണെങ്കിൽ ദ സ്പെയർ റൂം, സ്പെയർ ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ളൊരു റൂം അല്ലേ. അപ്പം ഈ ഒരു സ്റ്റോറി വരുന്നത് നരേറ്റർ ഒരു ലേഡിയാണ്. അവർ ഒരു ലണ്ടനിലെ ഓൾഡ് ടൗൺ ഹൗസിൽ പോയിട്ട് അവിടെ റെൻറ്റഡ് വീട്ടിലേക്ക് താമസം മാറാണ്. ആ സമയത്ത് ഒരു റൂമിന് മാത്രം അവർക്ക് എന്തോ ഒരു മാനസിക ശക്തിയോ എന്തോ ആരോ ഉള്ള പോലെ ഒരു പ്രസൻസ് ഒക്കെ ഉള്ളതുപോലെ ഫീൽ ചെയ്യുകയാണ്. അവിടെ ഒരാളുള്ളതുപോലെ, ഒരു മാൻ ഉള്ളതുപോലെ, അവിടുന്ന് പല സൗണ്ടും സ്മെല്ലും, അപ്പോൾ ഒരു ഗോസ്റ്റ് പോലെ, അപ്പോൾ അങ്ങനത്തെ ഒരു അപ്പിയറൻസ്, അതിനാണ് ആ ഒരു റൂം, അതാണ് ദ സ്പെയർ റൂം എന്നുള്ള ടൈറ്റിൽ വന്നത്. പിന്നെ അത് അവരുടെ തോന്നലായും അറ്റ് എ പോയിന്റ് ഒരു സമയത്ത് ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. കാരണം അവരുടെ ഹസ്ബൻഡുമായിട്ട് സെപ്പറേറ്റ് ആവാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു, ഡിവോഴ്സ്ഡ് ആണ്. അപ്പം എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്നുണ്ട് അതിൽ, അപ്പം എക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ ആ ഹസ്ബൻഡ് അത് വിട്ടു, ഹസ്ബൻഡിന് ഓക്കെയാണ് ആ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും, പക്ഷെ ഇവരിപ്പോഴും അതിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഷീ സ്റ്റിൽ ലവ്സ് ഹിം എന്നുള്ളതുപോലെ ഇപ്പോഴും അയാളുടെ ഓർമ്മകളും ഒക്കെ ഇവളെ ഹോണ്ട് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു സ്റ്റോറിൻ്റെ ഒരു മീനിങ് വരുന്നത്. അപ്പം അയാളുടെ ഒരു സിഗരറ്റിൻ്റെ സ്മെല്ല്, അയാളുടെ ഒരു സ്മെല്ല്, ഒരു അപ്പിയറൻസ്, അതൊക്കെ അതും കൂടി അവളെ ഹോണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനത്തെ അറ്റ് എ ടൈം ഇത് തോന്നുകയാണോ എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. Now, so it is a spooky tale of a woman who has rented an old townhouse in London after she has decided to part ways with her partner. ഇപ്പോൾ പാർട്ട്ണറായിട്ട് പിരിഞ്ഞ് വേറെ സ്ഥലത്ത് താമസിക്കാൻ പോയതാണ്. In her new room, she feels the presence of something sinister. The story further proceeds to her attempts to tackle the issue and reinstate her peace of mind. അപ്പം ആ ഒരു പ്രോബ്ലംസ്, ആ റൂമിലുള്ള ആ നിഗൂഢത, അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഈ ഒരു സ്റ്റോറിയിലുള്ള നടക്കുന്നത്. The spare room discusses themes like loneliness, trauma and survival. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിൻ്റെ തീംസ് വരുന്നത് ലോൺലിനെസ്, ട്രോമ, സർവൈവൽ ഒക്കെയാണ്. അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിൽ ട്രോമ അവർക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ്, ഒരു തോന്നലാവാം ഒക്കെ ആവാം. ഓക്കെ, ദ റൂം ഈസ് എൻ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹെർ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അപ്പോൾ അവളുടെ ഒരു പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു രൂപമാണ് ആ റൂം എന്ന് പറയാം. അവളെ ഹോണ്ട് ചെയ്യുന്ന ചില മെമ്മറീസ് ഒക്കെ ആണ് ആ റൂം എന്ന് നമുക്ക് പറയാം. സോ ലെറ്റ് us look. അപ്പം ഈ സ്റ്റോറി നമുക്ക് കംപ്ലീറ്റ്ലി വായിക്കാതെ കുറച്ച് കാര്യങ്ങൾ നോക്കി പോവാം. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവൾ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക്, ആ ഒരു വീട്ടിലേക്ക് മാറുന്ന സമയത്താണ്. I had rented an apartment in London, an old part of London. This was where the Romans landed, rowing up the wide river wooded on both banks. Much later, this eastern marshy plain sat outside the walls of the city. There was a leper hospital here. You can hear it in the name Spitalfields. Okay. അപ്പോൾ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാണ്. പിന്നെ ഹൗസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദ ഹൗസ് വാസ് സറൗണ്ടഡ് ബൈ ന്യൂനെസ്, എംപയേഴ്സ് ഓഫ് ഗ്ലാസ് വെൽക്കംസ് ലോയേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്. ദ സ്ട്രീറ്റ്സ് ഹാഡ് ബീൻ റീപർപ്പസ്ഡ് വിത്ത് കോഫി ഷോപ്സ് ആൻഡ് സാൻഡ്വിച്ച് ബൂത്ത്സ്. അപ്പോൾ കോഫി ഷോപ്സും ഒക്കെ ഉള്ള സ്ട്രീറ്റാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സിറ്റി, ആ ഒരു ഹോം ഒക്കെ നമുക്കിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് നമ്മളെ മുന്നിലൊരു പിക്ചറായിട്ട് ഇങ്ങനെ തെളിയിച്ച് തരാണ്. എന്നിട്ടാണ് പിന്നീടാണ് ഈ ഒരു സ്പെയർ റൂമിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി അവിടുത്തെ റെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ റെൻറ്റ് വാസ് മോഡസ്റ്റ്. എ ബാഡ് ടെനൻറ്റ് ഹാഡ് ലെഫ്റ്റ് ഇൻ എ ഹറി. ദ ലാൻഡ് ലേഡി വാണ്ടഡ് എ സെൻസിബിൾ പേഴ്സൺ ഹൂ വുഡ് സ്റ്റേ ഫോർ എ ഇയർ. അപ്പോൾ ഒരു വർഷത്തേക്ക് നിൽക്കുന്ന ഒരാളാണ് ഓണറിന് വേണ്ടത്. പിന്നെ ആ ആൾ കുറച്ച് സെൻസിബിൾ ആയിരിക്കും. അപ്പോൾ ഞാനൊരു സെൻസിബിൾ പേഴ്സൺ ആയിരിക്കും എന്നൊക്കെ പറയാം. പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഐ ഹാഡ് റീസെൻ്റ്ലി ജംപ്ഡ് ഔട്ട് ഓഫ് എ മാരേജ് ആൻഡ് ഐ വാസൻറ്റ് റെഡി ടു സെറ്റിൽ എനിവർ. അപ്പോൾ എവിടെയും സെറ്റിൽ ചെയ്യണമെന്നില്ല. എനിവേ അവളുടെ മൈൻഡിന് സെറ്റിൽ ചെയ്യാൻ റെഡി അല്ല. ഷീ ഈസ് സ്റ്റിൽ വിത്ത് ദ മെമ്മറീസ് ഓഫ് ദാറ്റ് പേഴ്സൺ. ഷീ സ്റ്റിൽ ലവ്സ് ഹിം. ഓക്കെ, അപ്പോൾ ഒരു 3 months റെൻറ്റ് കൊടുത്തിട്ട് അവൾ താമസം തുടങ്ങുകയാണ്. ഐ അൺപാക്ഡ് മൈ ക്ലോത്ത്സ്, ഐ ലൈക്ക് ടു സ്ലീപ്പ് ഇൻ എ നൈറ്റ് ഷർട്ട്. അപ്പം അവൾ അൺപാക്കൊക്കെ ചെയ്ത് അവിടെ സെറ്റിലാവുക, കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് ഒരു മോർണിംഗിൽ in the morning, as I went downstairs in my night shirt to make coffee, I stood a moment on the half landing, looking into the spare room. അപ്പോൾ സ്റ്റെയർസ് ഇറങ്ങിയിട്ട് താഴേക്ക് ഒരു കോഫി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു സ്പെയർ റൂമുണ്ട്, ഒരു സ്പെയർ ബെഡ്റൂം ഉണ്ട്. അതിലേക്ക് ആ ഒരു കോണീൻ്റെ ലാൻഡിങ് ഉണ്ടാവില്ലേ, ഇടയ്ക്കൊരു സ്റ്റോപ്പ് ഉണ്ടാവുമല്ലോ നമ്മൾ സ്റ്റെപ്പൊക്കെ സ്റ്റെയർസ് ഇറങ്ങുമ്പോൾ. ആ ഒരു ഹാഫ് ലാൻഡിങ്ങിൽ നിന്നിട്ട് അവളിങ്ങനെ സ്പെയർ റൂമിലേക്ക് നോക്കുകയാണ്. Nothing there but a small iron bedstead, a chest of drawers and a vintage desk and chair, 1950s. അപ്പോൾ ആ ഒരു സ്പെയർ ബെഡ്റൂമിൽ ഒരു സ്മോൾ അയേണിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ഒരു ബെഡ്സ്റ്റെഡ് ഉണ്ട്.
ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് ഉണ്ട്, പിന്നെ ഒരു വിൻറ്റേജ് ഡെസ്ക് ഉണ്ട്, ചെയർ ഉണ്ട്, ഒരു പണ്ടത്തെ ഒരു കൈൻഡ് ഓഫ് 1950s അല്ലേ. ദ ലാൻഡ് ലേഡി ഡിഡ്ന്റ് ലൈക്ക് any of it, but she had bought the house with the furniture. അപ്പോൾ ആ ലാൻഡ് ലേഡിക്ക്, ആ ഓണർക്ക് അതൊന്നും ഇഷ്ടമല്ല, പക്ഷേ ആ ഫേർണിച്ചറോടെയാണ് ഈ വീട് വാങ്ങിച്ചത് ആ ലാൻഡ് ലേഡി. ആൻഡ് ഇറ്റ് വാസ് ഫൈൻ ഫോർ ടെനൻസ്. അപ്പോൾ അതുകൊണ്ട് അവിടെ താമസിക്കാൻ വരുന്നവർക്ക് അത് യൂസ് ചെയ്യായിരുന്നു. ഇറ്റ് വാസ് ഫൈൻ ഫോർ മീ ബിക്കോസ് ഐ ഹാഡ് ലെഫ്റ്റ് മൈ ഫേർണിച്ചർ ബിഹൈൻഡ്. അപ്പോൾ ഫേർണിച്ചർ കൊണ്ടല്ല ഇവൾ വന്നത്, അപ്പോൾ അതുകൊണ്ട് ഇവൾക്കും അതൊക്കെ നല്ലതാണ്. ഐ തോട്ട് ഐ മൈറ്റ് യൂസ് ദ റൂം ആസ് എൻ ഓഫീസ് വൺസ് ഐ ഗോട്ട് സെറ്റപ്പ്. അപ്പോൾ ഞാൻ സെറ്റായിട്ട് അത് ഓഫീസായിട്ട് യൂസ് ചെയ്യാമെന്നൊക്കെ അവൾ വിചാരിക്കുകയാണ്. പിന്നെ ഒരു സമയത്ത് അവൾ നോക്കുമ്പോൾ അവൾ പറയുന്നത്, ഐ കുഡ് സീ ദാറ്റ് ദ ടോപ്പ് കവർ ഓഫ് ദ ബെഡ് ഹാഡ് ബീൻ ടേൺഡ് ബാക്ക്. അപ്പം ബെഡിൻ്റെ ടോപ്പ് കവർ തിരിച്ചിട്ടിട്ടുണ്ട്. ലീവിങ് എ ബെയർ സ്പ്രെഡ് ഓഫ് ഷീറ്റ് ആസ് ദോ സംവൺ ഹാഡ് ഓൺലി ജസ്റ്റ് ഗോട്ട് ഔട്ട് ഓഫ് ഇറ്റ്. ആരോ പെട്ടെന്ന് ആ ബെഡിൽ നിന്ന് എണീച്ച് പോയതുപോലെയാണ് ആ ബെഡ് കണ്ടാൽ, ആരോ യൂസ് ചെയ്തതുപോലെ. Hesitating, I wondered if the landlady had left it like that to make the place feel lived in, the way cleaning ladies always arrange books and cushions at an angle. അപ്പം ക്ലീനിങ് ലേഡീസ് ഒക്കെ ബുക്സും ക്യൂഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ ലാൻഡ് ലേഡി ആ ഒരു ലിവിങ് ഫീൽ കിട്ടാൻ വേണ്ടി അങ്ങനെ ഇട്ട് പോയതാണോ എന്നൊക്കെ വിചാരിച്ചു. പിന്നീട് അവൾ പറയുന്നുണ്ട്, ഐ സീ ദ ഫിഗർ ഓഫ് എ മാൻ ഇൻ ദ സ്പെയർ റൂം, എ തിൻ മാൻ, ഹെയർ ബ്രഷ്ഡ് ബാക്ക്, വിയറിങ് എ ജാക്കറ്റ്. ഐ സ്ക്രൂഡ് അപ്പ് മൈ ഐസ് ടു ഫോക്കസ്. ദസ് നോ വൺ ദർ. പെട്ടെന്ന് ഒരാൾ തിൻ ആയിട്ടുള്ള ഹെയർ ബ്രഷ്ഡ് ബാക്ക്, മുടിയൊക്കെ പിന്നോട്ടാക്കി ചീകി വെച്ചിട്ടുള്ള ജാക്കറ്റ് ഇട്ടിട്ടുള്ള ഒരാളവൾ പെട്ടെന്ന് കാണുകയാണ് ആ റൂമിൽ. പെട്ടെന്ന് ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ഇല്ല, പോകുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് അവൾ ക്ലൈവിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. ക്ലൈവ് അവളുടെ എക്സ് ഹസ്ബൻഡാണ്. ആൻഡ് പിന്നെ ഇതിൽ വരുന്നൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇസ് ഹർ ഫ്രണ്ട് ബില്ലി കേട്ടോ. ഹി റൺസ് എ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഫ്രണ്ട് ബില്ലിനൊക്കെ അവൾ ഹെൽപ്പിന് വിളിക്കുന്നുണ്ട്. ഈ റൂമിൽ എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബില്ലിയൊക്കെ വന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ആ റൂമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻസിഡൻസ് ഉണ്ടാവുകയാണ്. ഒരു സിഗരറ്റിൻ്റെ സ്മെല്ല് അവൾക്ക് കിട്ടുകയാണ്. പിന്നീട് മനസ്സിലാവുന്നുണ്ട് അവിടെ ഹസ്ബൻഡിൻ്റെ കുറച്ച് ടീഷർട്ട്സ് അവൾ എടുത്തുകൊണ്ട് വന്നിരുന്നു ഒരു മെമ്മറി ആയിട്ട്. അപ്പോൾ അതിൽ നിന്നും വന്നൊരു സിഗരറ്റിൻ്റെ സ്മെല്ലായിരുന്നു ആ റൂമിലുണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്നത്, അവർക്ക് ഫീൽ ചെയ്തിരുന്നത്. ബില്ലിയും ഇവളും തമ്മിൽ കുറച്ച് ക്ലോസ് ആവുന്നുണ്ട്. പിന്നീട് ആ റൂമിലൊന്നുമില്ല, അവളുടെ തോട്ടാണ് എന്നുള്ളത് അവൾക്ക് മനസ്സിലാവും. ക്ലൈവിനെ മീറ്റ് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ്. അപ്പോൾ ക്ലൈവിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അവർ സെപ്പറേറ്റ് ആയതിൻ്റെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഷീ ഈസ് ട്രൈങ് ടു ഓവർകം ദാറ്റ്. പിന്നീട് അതൊക്കെ റിയലൈസ് ചെയ്ത് ആ റൂമിൽ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ അവൾ ഡാഫോഡിൽസ് ഫ്ലവേഴ്സൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട്. ആൻഡ് ഷീ സേസ്, ഐ എം സ്റ്റിൽ ഹോണ്ടിങ് മൈ സെൽഫ്, സ്റ്റിൽ തിങ്കിങ് ഓഫ് ക്ലൈവ്, സഡൻ ആൻഡ് പെയിൻഫുൾ, ബട്ട് വെൻ ഇറ്റ് ഹാപ്പൻസ് ഐ നോ ലോങ്ങർ ഹേറ്റ് മൈ സെൽഫ്, ഐ ലെറ്റ് ദ തോട്ട് കം ആൻഡ് ഗോ, നോ ജഡ്ജ്മെൻറ്റ്. അപ്പം മുന്നേ ക്ലൈവിൻ്റെ മെമ്മറീസൊക്കെ അവളുടെ മനസ്സിൽ ഒരാളെ സ്നേഹിച്ച് അത്രയും കാലം കൂടെ നടന്നതല്ലേ, അപ്പം ഒരു മെമ്മറിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓക്കെ തോട്ട്സ് വന്ന് പൊക്കോട്ടെ എന്നുള്ള സെൻസിൽ അവളുടെ മൈൻഡിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു ജഡ്ജ്മെൻ്റ് ഒന്നും ഇല്ലാതെ, അങ്ങനെ ഒരു ട്രോമ ഒന്നും ഇല്ലാതെ ട്രൈ ചെയ്യുകയാണ് അവൾ. അങ്ങനെ അവൾ വെച്ച ഡാഫോഡിൽസ് മാറ്റി വെക്കാൻ വേണ്ടി, ഡെഡ് ഫ്ലവേഴ്സ് അല്ലേ, അവൾ വെച്ച ഡാഫോഡിൽസ് ഒക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അവൾ റൂമിൽ പോകുന്ന സമയത്ത് പിന്നീട് അവിടെ ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യുകയാണ്. ഷാർപ്പ് സിട്രസ് സ്മെല്ല്, ഒരു ക്യാൻഡിലിൻ്റെ സിട്രസ് ക്യാൻഡിലിൻ്റെ പെർഫ്യൂമിൻ്റെ ഒന്നുമല്ല, ഫ്രൂട്ടിൻ്റെ സ്മെല്ല് തന്നെ. പിന്നീട് പറയുന്നത്, ഓൺലി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് മൈ ടെനൻസി, നിയർലി എ ഇയർ ലേറ്റ്, ഏകദേശം ഒരു വർഷം കഴിഞ്ഞ സമയത്ത്, അവൾ അവിടുന്ന് പോകാനായ സമയത്ത്, ആ അവരുടെ ഒരു വർഷം നിൽക്കണം എന്നല്ല എഗ്രിമെൻറ്റ്. അപ്പോൾ ആ ഒരു വാടക കൊടുത്ത് പോകുന്ന സമയത്ത്, വാടകൻ്റെ പീരീഡ് കഴിഞ്ഞ് പോകുന്ന സമയത്ത്, when I was handing over to the landlady, did I discover that the house had been lived in by an oranges importer in 1950s. അപ്പോൾ 1950s ഒരു ചെയറൊക്കെ അവിടെ കണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ 1950s ഒരു ഓറഞ്ച് ഇമ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു, ഓറഞ്ച് ഇമ്പോർട്ടർ ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ആ സമയത്ത് ലണ്ടനിലെ സ്പിറ്റൽഫീൽഡ്സ് മാർക്കറ്റാണ് ലണ്ടനിലേക്കുള്ള മൊത്തം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ സപ്ലൈ ചെയ്തത്. സെവില്ലയിലെ ഓറഞ്ചസ് ഒക്കെ ഭയങ്കര സ്പെഷ്യലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടർ ആയിരുന്നു അവിടെ താമസിച്ചിരുന്ന ആൾ. എന്നിട്ട് ആ ഒരു ലാൻഡ് ലേഡി അവളുടെ അടുത്ത് ലാസ്റ്റ് ആണ് പറയുന്നത്, ഐ ഡിഡ്ന്റ് വാണ്ട് ടു വറി യു, ഹി കിൽഡ് ഹിംസെൽഫ് ഇൻ ദ സ്പെയർ റൂം. ആ സ്പെയർ റൂമിൽ വെച്ചിട്ടാണ് ആ ഒരു ഓറഞ്ച് ഇമ്പോർട്ടർ സൂയിസൈഡ് ചെയ്തത്. അതായിരിക്കാം ആ ഒരു ഓറഞ്ച് സ്മെല്ല് കിട്ടിയെന്ന് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഗോസ്റ്റ് സ്റ്റോറിയാണിത്. എന്നാൽ ഇതിൻ്റെ ഉള്ളിലൂടെ നരേറ്ററിൻ്റെ ആ ഒരു ട്രോമ, ബ്രേക്കപ്പ്, റിലേഷൻഷിപ്പിൽ ഉണ്ടായ ബ്രേക്കപ്പ് ഇഷ്യൂസ്, ഫീലിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ലോൺലിനെസ്, ട്രോമ, സർവൈവൽ, ഇതൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ കുറേ ഗോസ്റ്റ് സ്റ്റോറീസാണ് ഈ നൈറ്റ് സൈഡ് ഓഫ് ദ റിവർ എന്ന് പറയുന്നത് ഈ കളക്ഷനിലുള്ളത്. അപ്പോൾ ഇൻ ഷോർട്ട് ഇതാണ് ഈ ഒരു സ്റ്റോറീൻ്റെ ഒരു തീം വരുന്നത്. ഇനി ഓരോ ഡീറ്റെയിലിങ്ങും ഒക്കെ ഇങ്ങനെ നമ്മൾ വായിച്ച് പറയുമ്പോൾ അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഗോസ്റ്റ് സ്റ്റോറി പോലെ അത് വായിച്ച് നോക്കുക. ഓക്കെ, so that's all about this chapter. Thank you for watching.